ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇന്നസ് റെസിപ്പി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പണ്ടൊക്കെ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന പാൽ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്ന തേനൂറുന്ന ഒരു പാൽ കേക്കാണിത്. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന രീതി തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പഞ്ചസാര റെഡിയാക്കി എടുക്കണം. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് ഒരു 8 ഏലക്ക ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തേക്കുന്നതാണിത്. അപ്പോൾ ഏലക്ക സെപ്പറേറ്റ് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ, എളുപ്പത്തിന് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. എന്നിട്ടൊരു അരിപ്പ വച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഏലക്കയുടെ തൊണ്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ തൊണ്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. നെയ്യ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ അല്ലെങ്കിൽ പാൽപ്പൊടി അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ ഉപ്പ് മധുരത്തെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ എക്സ്ട്രാ ഉപ്പിന് ചേർത്ത് കൊടുക്കുന്നില്ല. 2 കപ്പ് ആട്ടപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചായ കുടിക്കുന്ന ഗ്ലാസ് ആണെങ്കിൽ 1.5 ഗ്ലാസ് കറക്റ്റാണ് കേട്ടോ. ഒരു പിഞ്ച്, അതായത് 1/4 ടേബിൾ സ്പൂൺ സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ അല്ല, സോഡാപ്പൊടിയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ആയിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം വേണം. അപ്പോൾ നമ്മൾ ഇളം ചൂടുള്ള വെള്ളം വെച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലേക്കാണ് ഇത് വരേണ്ടത്. പാൽപ്പൊടി നിങ്ങളുടെ വീട്ടിലില്ല അല്ലെങ്കിൽ പാൽപ്പൊടി ചേർക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള പാല് ചേർത്ത് കുഴച്ചെടുത്താൽ മതി. ഇനി ഇത് രണ്ടും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സാദാ വെള്ളം മാത്രം ചേർക്കുക. പാലിൻ്റെ ഭാഗം സ്കിപ്പ് ചെയ്തേക്കാം. ഈ കേക്ക് പൊരിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് ചപ്പാത്തി മാവ് പോലെ തന്നെ കുഴച്ചെടുക്കണം. നല്ല മയത്തിൽ വരണം കേട്ടോ. ഇപ്പം ഏകദേശം നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പലകയുടെ മുകളിലേക്ക് ഇത് വച്ചിട്ട് ഒന്നുകൂടി ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള മാവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിലേക്ക് കുറച്ച് ആട്ടപ്പൊടി വിതറി കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ മാവ് വെച്ച് കൊടുക്കാം. ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ ഇതൊന്ന് പരത്തിയെടുക്കണം. ഒത്തിരി തിന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒരു സൈഡിൽ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും യൂണിഫോം തിക്നെസ് ആണെന്ന് ഉറപ്പാക്കുക. എന്നിട്ട് തിരിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് പരത്തി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തിക്നെസ് ഓക്കെ ആക്കിയിട്ട് സ്ക്വയർ ഷേപ്പിലേക്ക് ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒന്ന് ആക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കത്തി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ഡിഫറെൻറ്റ് ഷേപ്പിലൊക്കെ കാണുമ്പോഴാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നോർമലായിട്ട് നമ്മുടെ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന ആ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. കാരണം ഇത് പൊരിച്ചു കഴിയുമ്പോൾ ഇരട്ടി സൈസിലേക്ക് വരും, സോഡ പൗഡർ ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ആ കാര്യമൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഓരോ പീസും എടുത്ത് കയ്യിൽ ഇതുപോലെ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കണം. പക്ഷെ പൊരിച്ചെടുക്കുന്നതിന് മുന്നേ നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി 2 ഗ്ലാസ് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് പഞ്ചസാര എന്നുള്ള കണക്കിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 8 ഏലക്ക നമ്മൾ കേക്കിൽ ഓൾറെഡി ചേർത്തേക്കുന്നതാണ്, അതുകൊണ്ട് 2 എണ്ണം ചേർത്താൽ മതി. ഒരു പകുതി നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കാം. നല്ലൊരു പുളിപ്പ് രസവും നല്ലൊരു സ്വാദുമായിരിക്കും നാരങ്ങ ചേർത്ത് കഴിഞ്ഞാൽ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 4 മിനിറ്റ് ഇത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തുറന്നു വെച്ച് തിളപ്പിച്ചുകൊണ്ടേയിരിക്കുക. 4 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ പഞ്ചസാര പാനി ഓക്കെ ആയി കിട്ടും.
കറക്റ്റ് പാകത്തിന് കിട്ടും. നൂൽപ്പരിവ് ഒന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിത് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ആറി കറക്റ്റ് ഒരു ചൂടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഈ കേക്ക് പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ പഞ്ചസാര പാനി ഉണ്ടാക്കി വെച്ചത്. ഞാൻ ആ പാനിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തീ എപ്പോഴും സിമ്മിൽ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. തീ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും. കാരണം പഞ്ചസാരയും പാലും ഒക്കെ ചേർത്തിട്ടുള്ള കേക്കാണ്. ആ കാര്യം ഓർമ്മ വയ്ക്കണം. ഈ ഒരു ബബിൾസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി ചൂട് വേണ്ട. ചൂടായോന്ന് ജസ്റ്റ് ഒന്ന് കൈ വച്ചിട്ട് നോക്കാട്ടോ. ഇപ്പോൾ ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി കേക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇത് പതിയെ പതിയെ വീർത്ത് വീർത്ത് വരും. ഇനി നമുക്കിതിങ്ങനെ ചൂടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കും. അപ്പം കരിഞ്ഞു പോവാതെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കളർ ആകുമ്പോഴേക്കും, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി ഡയറക്റ്റായിട്ട് ഈ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ പഞ്ചസാര പാനിക്ക് ഏകദേശം ഒരു ചൂടുണ്ട്. അപ്പോൾ ഒത്തിരി തണുത്തിട്ടുമില്ല, ഒത്തിരി ചൂടുമില്ല. ആ ഒരു പാകത്തിന് വേണം ഇട്ട് കൊടുക്കാൻ. എന്നാലാണ് നന്നായിട്ട് ഇത് അബ്സോർബ് ആവുള്ളൂ. ഇത് പഞ്ചസാര പാനിയിൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഈ ഒരു നല്ല ഭംഗിയുള്ള രസഗുളയുടെയൊക്കെ പോലത്തെ, ഗുലാബ് ജാമുൻ്റെ പോലത്തെ ഒരു കളറിലേക്ക് വരും. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പാൽ കേക്കാണ് കേട്ടോ. ഒരു 20 മിനിറ്റ് ഇതുപോലെ പഞ്ചസാര പാനിയിൽ ഇട്ട് വച്ചതിന് ശേഷം മാത്രം എടുക്കുക. ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. ഉള്ളിൽ നിന്ന് ചൂടൊക്കെ വരുന്നുണ്ട്. കാരണം ഇത് ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആണ് ഇത് കാണിച്ചു തന്നത്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിനി എല്ലാം ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുവാണ്. നല്ല ഭംഗിയുള്ളൊരു കളറിലാണ് കിട്ടിയിട്ടുള്ളത്. ഈ പഞ്ചസാര പാനി നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുപ്പിയിലേക്ക് ആക്കി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാകും. പിന്നെ ഈ കേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയമാകുമ്പോൾ പഞ്ചസാര പാനി ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള തേനൂറുന്ന പാൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയേക്കൂ. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. പുതിയ പുതിയ കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.